ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ചില ഫുട്ബോൾ സ്റ്റോറികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ലിയണൽ മെസ്സിയുടെ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. അർജൻറ്റീനയുടെ പരാഗ്വയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ഇന്ത്യൻ സമയം നാളെ കാലത്ത് 5 മണിക്ക് നടക്കുന്നുണ്ട്. പരാഗ്വ വെച്ചിട്ടാണ് മത്സരമുള്ളത്. അപ്പോൾ ലിയണൽ മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും പിന്നെ മെസ്സിയുടെ ഒരു കളി കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം. കാരണം ഇന്റർ മയാമിയുടെ സീസൺ കഴിഞ്ഞു, പ്ലേ ഓഫിൽ ഇന്റർ മയാമി പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇനി അവിടെ ബ്രേക്കാണ്. അതിനുശേഷം അടുത്ത വർഷം മാത്രമേ ക്ലബ് സീസൺ പുനരാരംഭിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ലിയണൽ മെസ്സിയുടെ കളി കാണാൻ പറ്റില്ല. അപ്പോൾ ഈ 2 മത്സരങ്ങളും മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് പരാഗ്വയുടെ എഫ്എയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാഗ്വയിൽ ഒരുപാട് മെസ്സി ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കളിക്ക് പരാഗ്വയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ മത്സരത്തിൽ അർജൻറ്റീനയ്ക്കെതിരെ ലിയണൽ മെസ്സിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർജൻറ്റീനിയൻ താരങ്ങളുടെയോ ജേഴ്സി ഇട്ടിട്ട് ആരെയും അകത്തോട്ട് കയറ്റിവിടാൻ അവർ തയ്യാറാവില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇത് പുറത്തുവിട്ടുള്ള ആൾ ഫെർണാൻഡോ വിയസ് ബോയ എന്ന് പറയുന്ന പരാഗ്വൻ എഫ്എയുടെ ലൈസൻസിങ് മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരൻ വ്യക്തമാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മെസ്സിയോടുള്ള പ്രോബ്ലമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറോടുള്ള പ്രോബ്ലമോ ഒന്നും അല്ല. എല്ലാവരുടെയും കരിയറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോം ഗ്രൗണ്ടിൽ അറ്റ്മോസ്ഫിയർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഗുസ്താഫോ അൽഫാരോ എന്ന് പറയുന്ന ചെങ്ങായി അർജന്റീനക്കാരനാണ് പരാഗ്വയുടെ മാനേജർ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഈ ഗുസ്താവോ അൽഫാരോയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ജേഴ്സി ബാനിനെ കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടാവുക. മെസ്സി ഈ മത്സരത്തിൽ നമ്മുടെ റൈവലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പെറുവിനെതിരെയുള്ള അർജന്റീന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച കളി കളിക്കണം. പക്ഷേ ഈ മത്സരത്തിന് ഞങ്ങളുടെ റൈവലാണെന്നുള്ളൊരു കാര്യമാണ് ഗുസ്താവോ അൽഫാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ലിയണൽ സ്കലനി അർജന്റീന മാനേജറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പരാഗ്വൻ ഫാനിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരാഗ്വയുടെ ജേഴ്സി ഇടാൻ തന്നെയായിരിക്കും അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരിക്കുക. ആ രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയായിരിക്കും അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരിക്കുക. പക്ഷേ മെസ്സി ഒരു ഗ്ലോബൽ ഐക്കണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഇടാൻ ആരെങ്കിലും താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള മെസ്സിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർജന്റീൻ ജേഴ്സി ഇട്ടോ എന്ന് കരുതിക്കൊണ്ട് അവരൊന്നും അർജന്റീന ആരാധകരായിട്ട് മാറില്ല എന്നൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പം നമ്മളൊക്കെ എത്ര രാജ്യങ്ങളിലെ എത്ര ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരാഗ്വ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രൗണ്ടിൽ പിന്നെ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ പരാഗ്വയുടെ ആരാധകർ തന്നെ ഉണ്ടാക്കണ്ട എന്ന് കരുതി കാണും. പക്ഷെ അത് എന്താണ്, ഒരു നിർബന്ധം പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാൻ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെയായിരിക്കും ആളുകൾ പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം പരാഗ്വയുടെ ഏതെങ്കിലും ആരാധകർ പിന്നെ ലിയണൽ മെസ്സിയുടെ ഷർട്ട് ഇട്ടിട്ട് മത്സരത്തിന് കളി കാണാൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ മത്സരത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിക്ചറാണ് പരാഗ്വയെ സംബന്ധിച്ചിടത്തോളം. ഈ കോൺമബോളിൻ്റെ ക്വാളിഫയർ സെറ്റപ്പ് എങ്ങനെയാണ് 2026 വേൾഡ് കപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ, പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ 6 സ്ഥാനക്കാർ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും. 7ാം സ്ഥാനത്തിരിക്കുന്നവർ പ്ലേ ഓഫ് കളിക്കും. ഇതാണ് സ്ഥിതിയുള്ളത്. ബാക്കി 8, 9, 10 സ്ഥാനത്തുള്ളവർ പുറത്താകും. അവർക്ക് കളിക്കാൻ പറ്റില്ല വേൾഡ് കപ്പിൽ. അപ്പോൾ പരാഗ്വ നിലവിൽ ടേബിളിൽ ഇരിക്കുന്നത് 6ാം സ്ഥാനത്താണ്. 10 മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് 13 പോയിന്റ്സ് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, 7ാം സ്ഥാനത്തിരിക്കുന്ന ബൊളീവിയയുമായിട്ട് ഒരൊറ്റ പോയിന്റിൻ്റെ വ്യത്യാസമാണ് അവരിയ്ക്കുന്നത്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്തിരിക്കുന്ന വെനിസ്വേലയുമായിട്ട് 2 പോയിന്റിൻ്റെ വ്യത്യാസമാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഈ വെനിസ്വേലയും ബൊളീവിയയും ഒക്കെ ആ ഒരു ഓട്ടോമാറ്റിക് പിന്നെ ക്വാളിഫിക്കേഷൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മത്സരത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ മൊത്തം പിന്നെ കോൺമബോളിൻ്റെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ. പക്ഷേ സ്റ്റിൽ ഓരോ മത്സരത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു
ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവുക. ഇതിനു മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പരാഗ് പുറത്തുവിട്ടതായിട്ട് എൻ്റെ ഒരു അറിവിലില്ല. എന്തായാലും ഇത് അവർ ചെയ്തതിൻ്റെ ഉദ്ദേശം അവർക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ആ ഗ്രൗണ്ടിൽ വേണമെന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഹോം ഫാൻസിൻ്റെ ഇടയിൽ. പക്ഷേ ഫുട്ബോളിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു സ്പോർട്ടിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോർഡറുകൾ പിന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻഷ്യലാകാൻ സാധ്യതയുള്ള തരത്തിലൊരു സ്പോർട്ടാണ് ഫുട്ബോൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല. എനിക്കതാണ് തോന്നുന്നത്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു മലയാളി ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ നമുക്കേ ഇതിനെക്കുറിച്ച് കൂടുതലും സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ലോകത്തിൻ്റെ എവിടെയൊക്കെ കിടക്കുന്ന ടീമുകളെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ് നമ്മൾ. നമുക്കതിൻ്റെ ആ ഒരു എസൻസ് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു എത്തോസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്, പരാഗ്വയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് നടക്കുന്നത്, ഒരു ക്വാളിഫയർ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നാഷണലിസം കാണിക്കാൻ പിന്നെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. അതൊക്കെ അത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്പോർട്ടിൻ്റെ പ്രത്യേകതയാണത്. പലർക്കും ഇൻഫ്ലുവൻഷ്യലാകാൻ പറ്റും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത്. ഈവൻ ഒരു റൈവലാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ പോലും. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭീകരമാണത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഇനിയസ്റ്റയുടെ ഒരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇനിയസ്റ്റ നമുക്കറിയാം ഇപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ ആള് നേരെ ഡെൻമാർക്കിലേക്ക് പോയിട്ട് അവിടെ ഒരു ക്ലബിൻ്റെ മുതലാളി ആയിരിക്കുകയാണെന്നുള്ളതാണ്, കോ ഓണർ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ചങ്ങായി ഓൾറെഡി NSN എന്ന് പറയുന്ന ഒരു സ്പോർട്സ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസൾട്ടിങ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയസ്റ്റ. അപ്പോൾ ഈ NSN ഗ്രൂപ്പും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് സ്റ്റോൺ ബേഗ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നുകൊണ്ടാണ് ഹെൽസിംഗോർ എന്ന് പറയുന്ന ഡാനിഷ് ക്ലബിനെ വാങ്ങിയിട്ടുള്ളത്. ഇവന്മാരാണെങ്കിൽ ഈ ഡാനിഷ് ലീഗിലെ 3rd ഇയറിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 12 ടീമുകളാണ് ആ ഒരു ലീഗിലുള്ളത്. അവിടെ ഇവരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 7ാം സ്ഥാനം മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ സീസണിൽ 2nd ഡിവിഷനിൽ കളിക്കുകയായിരുന്നു. അവിടെ നിന്ന് റിലഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഇനിയസ്റ്റ പോയിട്ട് ഈ ക്ലബിനെ വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ ഒരു മോട്ടോ അവർ മുമ്പോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് വൈഡ് ടാലൻസുകൾക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് യൂറോപ്പിൽ കളിക്കാൻ ഒരു അവസരം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ സമാപിച്ചിട്ടുള്ള കേരള സൂപ്പർ ലീഗ് ഫസ്റ്റ് സീസൺ ഗംഭീര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. കാലിക്കറ്റാണ് പിന്നെ വിജയിച്ചത്. അപ്പോൾ ഈ ഇനിയസ്റ്റയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് സ്കൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ കേരള സൂപ്പർ ലീഗിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത് സൂപ്പർ ലീഗ് കേരള എന്നാണ് പറയുക, കേരള സൂപ്പർ ലീഗ് അല്ല, സൂപ്പർ ലീഗ് കേരളയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ടാലൻറ്റുകളെ പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് യൂറോപ്പിൽ കളിക്കാനൊരു അവസരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഇനിയസ്റ്റ് ആണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾക്ക് പിന്നെ മാനേജ്മെൻറ്റിലേക്ക് കടക്കാനൊരു താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തിലാണ് ചങ്ങായി ഇത്തരത്തിലുള്ള ഒരു ക്ലബിനെ ഓൺ ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. ഇനി നമ്മൾ ഒരു ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആൻഡേഴ്സൺ ടലിസ്ക എന്ന് പറയുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിലെ ടീംമേറ്റ് ബ്രസീലിയനാണ്. പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഫെനർബാച്ചെ വലവിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് റുഡി ഗലേറ്റി എന്ന് പറയുന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഈ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ കുറച്ച് ആക്രസിയോട് കൂടിയിട്ട് വാർത്ത കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫെനർബാച്ചെ ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടലിസ്കയെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ടലിസ്കയെ സംബന്ധിച്ചിടത്തോളം ആളിപ്പോൾ 30 വയസ്സുണ്ട്. ബാഹിയ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബിൽ നിന്ന് ബെൻഫീക്കയാണ് ഈ ചെങ്ങായുടെ ടാലൻറ്റ് സ്പോട്ട് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ പുതിയ റിവാൾഡോ എന്നുള്ള രീതിയിലൊക്കെ പിന്നെ പേരൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ. എന്തായാലും അവിടെ നിന്ന് ബെൻഫീക്കയിൽ നിന്ന് അദ്ദേഹം ലോണിൽ തുർക്കിയിലേക്ക് ഒരു തവണ കളിക്കാൻ വന്നിട്ടുണ്ട്. ബെഷിക്ടാസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നേരെ ചൈനയിലേക്ക് പോയി. അവിടെ നിന്ന് കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ചൈനയിൽ നിന്ന് ആൾ പോയത് 2021 സൗദി പ്രോ ലീഗിലേക്കാണ്. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വരുന്നതിന് മുമ്പേ അദ്ദേഹം സൗദി പ്രോ ലീഗിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആള് അവിടെ വന്ന സമയം മുതൽ തന്നെ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം ഇതുവരെ 102 മത്സരങ്ങളാണ് അൽ നസറിന് വേണ്ടിയിട്ട് കളിച്ചുള്ളത്.
അതിൽ 76 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 86 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ അത്തരത്തിലൊരു സക്സസ്ഫുൾ അക്വിസിഷൻ ആയിരുന്നു അൽ നസർ സംബന്ധിച്ചിടത്തോളം തലിസ്ക. അപ്പോൾ എന്തായാലും ഈ സീസണിലും ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ 9 മത്സരങ്ങൾ കഴിയുമ്പോൾ 6 ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയും 6 ഗോളുകളുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും അതുപോലെ തന്നെ വിങ്ങിലൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ് ആൻഡേഴ്സൺ തലിസ്ക. അദ്ദേഹം ഇത്തരത്തിൽ അൽ നസറിനൊക്കെ വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള ഫോമും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോഴൊന്നും അദ്ദേഹത്തിന് ബ്രസീലിൽ നിന്നൊരു വിളിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ്. അപ്പോൾ എന്താണ് സൗദി പ്രോ ലീഗിനെ അത്തരത്തിൽ സീരിയസ് ആയിട്ട് ഈ ബ്രസീലിയൻ ഫെഡറേഷനൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കോച്ചുമാർ കാണുന്നില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അൽ നസറിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് ആൻഡേഴ്സൺ തലിസ്ക. അപ്പോൾ അതിൽ തന്നെ ഒരു പെനാൽറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓപ്പൺ പ്ലേ നിന്നാണ് അദ്ദേഹം ഗോളുകൾ പിന്നെ അൽ നസറിന് വേണ്ടിയിട്ട് ഈ സീസണിൽ അടിച്ചിട്ടുള്ളത്. ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് മറ്റൊരു ചാലഞ്ച് ഏറ്റെടുക്കാൻ ആൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. ഫെനർബാച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗലാറ്റാസറേ എന്ന് പറയുന്ന ജയൻറ്റ് ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ട് തുർക്കിയിലെ. അവർക്കെതിരെ ഏറ്റുമുട്ടിക്കൊണ്ട് ജോസെ മൊറീനോയുടെ കൂടിയിട്ട് ആ ടൈറ്റിൽ ചാർജ് നടത്താൻ താല്പര്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയാം. ഇവിടെയും ഓൾറെഡി ഒരു ചാലഞ്ച് ഉണ്ട് തലിസ്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ അൽ നസർ പിന്നെ ടൈറ്റിൽ റേസിൽ ഉണ്ട് നമുക്ക് പറയുമ്പോഴും അവിടെ അൽ ഹിലാലിൻ്റെ ഒരു പ്രസൻസ് അതൊരു ഒരു പ്രശ്നം തന്നെയാണ് അൽ നസർ സംബന്ധിച്ചിടത്തോളം. അൽ ഹിലാൽ അവിടെ ഈ ഒരു സാഹചര്യത്തിലും ടേബിളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അവർ ആ ഒരു ലീഗ് ടൈറ്റിലേക്ക് അങ്ങോട്ട് നടന്നു കയറി നമുക്ക് പറയാൻ പറ്റില്ല, ഓടിക്കയറുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ അവർ വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താണ് കൺസെക്യൂട്ടീവ് വിന്നിങ് റണ്ണും കാര്യങ്ങളൊക്കെ നേതൃത്വത്തിലാണ് അവർ അത്തരത്തിൽ ആ ഒരു ടൈറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൽ ഹിലാലിനെ മറികടന്നുകൊണ്ട് വേണം ടൈറ്റിൽ അടിക്കാൻ. അൽ നസർ സംബന്ധിച്ചിടത്തോളം അവസാനമായിട്ട് അവർ ടൈറ്റിൽ അടിച്ചുള്ളത് 2018-19 സീസണിലാണ്. അപ്പോൾ അതിനുശേഷം അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല. അവരിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കൊണ്ടുവന്നു, തലിസ്കയെ പോലെയുള്ള പ്ലെയറിനൊക്കെ അതിന് മുമ്പ് കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സൈനിങ്ങൾ നടത്തി, ബിഗ് മണി സൈനിങ്ങൾ നടത്തി, ലപ്പോർട്ടയെ കൊണ്ടുവരുന്നു. പക്ഷേ എന്താണ്, ഇപ്പോഴും നമ്മൾ സൗദി പ്രോ ലീഗിൻ്റെ ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അൽ നസർ ലീഗ് ലീഡേഴ്സായിട്ടുള്ള അൽ ഹിലാലുമായിട്ട് 6 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ തലിസ്കയുടെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ ആ ബെഷിക്ടാസിൽ ലോണിൽ പോയിട്ടുള്ള സാരത്തിൽ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്, ടൈറ്റിൽ അവിടെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾ ചൈനീസ് സൂപ്പർ ലീഗ് കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് ഗോൺജോ ക്ലബിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇനി അദ്ദേഹം ഈ ഒരു നീക്കം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഫെനർബാച്ചെ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ചില ഫുട്ബോൾ സൊറകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.